എം ജയചന്ദ്രൻ്റെ തുടക്കത്തിൽ അത് ശരിക്കും അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി നന്നായി ശരിക്ക്. ഈ എം ജയചന്ദ്രൻ ശരിക്കും എൻ്റെ ഒരു വന്ന വഴി എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിന് ഞാൻ ഒരു പങ്ക് വഹിച്ചു എന്നുള്ളൊരു കാര്യം ഐഡിയ സ്റ്റാർ സിംഗറിൽ ഓപ്പണായിട്ട് ജയൻ തന്നെ പറയുകയുണ്ടായി. അതായത് മനോജ്ഞ മാല്യം എന്ന് പറഞ്ഞ ഒരു കാസറ്റിൽ 10 പാട്ടുകളുണ്ട്, 10 ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്. ഈ എം ജെ തോമസൻ സാർ എന്ന് പറയുന്നത് ഇപ്പോൾ അന്നത്തെ മലങ്കര കാത്തലിക് സഭയുടെ ഗ്രിഗോരിയസ് തിരുമേനി എന്ന് പറഞ്ഞൊരു പിതാവുണ്ടായിരുന്നു, ബിഷപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു 40 കൊല്ലോ 45 കൊല്ലോ പുള്ളിക്കാരനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. അപ്പം ഈ വയലിനിസ്റ്റുമാണ്, മ്യൂസിക് കമ്പോസറുമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു കാസറ്റിൽ മ്യൂസിക് കമ്പോസറായിട്ട് വെക്കുമ്പം 10 പാട്ട് ഈ പറയുന്ന ഗായകൻ രജു ജോസഫ് ഒരു പാട്ട് അതിൻ്റെ അകത്ത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം പുള്ളി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എത്രയും നല്ല മനസ്സുള്ള ഒരാളാണ്. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ എം ജയചന്ദ്രൻ അന്ന് എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന കാലം, അല്ലെങ്കിൽ ഞാൻ ജയൻ്റെ വീട്ടിൽ പോകുന്ന സമയം, അന്നൊരു ലാംബി സ്കൂട്ടറിൽ ജയ എൻ്റെ പട്ടത്ത് എൻ്റെ വീട്ടിൽ വരും. അപ്പം ജയൻ ഒരു പ്രാവശ്യം എം ജയചന്ദ്രൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഈ പാട്ടുമായിട്ടിരിക്കുകയാണ്. ഈ ദൈവമേ നീയൻ പരിപാലകൻ, നീയൻ വഴിയും ജീവനുമേ, രാവും പകലും കാവൽ നിൽക്കും സ്നേഹസ്വരൂപനെ സ്തുതിച്ചിടുന്നു എന്ന് പറഞ്ഞൊരു പാട്ട്. ഈ പാട്ട് ശരിക്കും ഒരു ശുഭമന്തുരാളി എന്ന് പറഞ്ഞൊരു രാഗം ബേസാണ്. പക്ഷേ അന്ന് ഞാൻ ഈ ശുഭമന്തുരാളി രാഗത്തിനെ കുറിച്ചുള്ള ഒരു അറിവൊക്കെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഇത് ഏത് രാഗമാണെന്ന് പോലും എനിക്ക് ഒന്ന് അന്വേഷണം കഴിഞ്ഞപ്പോഴാണ് ഇത് ശുഭമന്തുരാളി രാഗമാണല്ലോ. അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ജയൻ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തൊരു അഭിപ്രായം പറയാണ്. എടാ രജു, നീ ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടില്ല ഇതുവരെ, ഈ പാട്ടുകൾക്ക് ഒന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യമുണ്ട്, നീ ഒന്ന് എം ജെ തോമസ് സാറിനോടൊന്ന് പറയണം എന്ന് പറയണം.